ചേട്ടനില്ലേ? പുറത്തേക്ക് പോയോ? ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നാ? സത്യത്തിൽ ഞാനിവിടെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഒരു പ്രാവശ്യത്തേക്ക് മാപ്പാക്കണം. എന്താ ചേച്ചി ചേട്ടൻ ഇങ്ങനെ പറയണേ? സത്യത്തിൽ ചേട്ടനെ ഞാൻ കണ്ടില്ല. സത്യത്തിൽ നീ എന്നെ കണ്ടില്ല, കൃത്യമായിട്ട് അവളെ നീ കണ്ടു. ആട്ടെ, മെമ്പർ ഈ വാണം വിട്ട മാതിരി പാനി പിടിച്ച് ഇങ്ങോട്ട് വന്നെന്തിനാ? അല്ല, ചേച്ചിയുടെ അടുത്ത് ഞാൻ ആധാർ കാർഡും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലിങ്ക് ചെയ്തോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ചേച്ചിയുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറൊക്കെ ലിങ്ക് ചെയ്യണം, അവിടെ നിൽക്കട്ടെ. മെമ്പറുടെ ഭാര്യയുടെ ആധാർ കാർഡൊക്കെ ലിങ്ക് ചെയ്തോ? അതിന് സമയമുണ്ടല്ലോ. അതെപ്പോ വേണമെങ്കിലും ആവാലോ. പിന്നെ സമയവും കാലവും നോക്കണം. എങ്ങനെയുണ്ട് എന്റെ ചേട്ടാ? ഇങ്ങനെ സംശയിക്കല്ലേ? അതൊക്കെ പോട്ടെ, മെമ്പറുടെ ആദ്യത്തെ ഭാര്യ എന്തേ? അതൊരു ഓട്ടോ ഡ്രൈവർ കൂടെ ഒളിച്ചോടി പോയി. വല്ലപ്പോഴെങ്കിലും പെണ്ണുമ്പിളേനെ ഒന്ന് സംശയിച്ചാർന്നെങ്കിൽ ആ പെണ്ണിപ്പ നിങ്ങളുടെ കൂടെ വീട്ടിലിരുന്നേ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇങ്ങേർക്ക് എന്നെ മുടിഞ്ഞ സംശയ. ചേട്ടാ, ഇങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടാ. വിശ്വാസമാണ് വീടിന്റെ അടിത്തറ. അടിത്തറയാവാം, ഇതുപോലെ കൂതറയാവരുത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം മെമ്പറെ. ചേച്ചിക്ക് അറിയാണ്ടിക്ക് പോട്ടെ, സമാധാനിക്കുക. അത് ഒക്കെ പറഞ്ഞ് ശരിയാക്കാവുന്ന കേസുള്ളൂ. ടൈറ്റാനിക്കിലെ പാട്ടം കൂടി ഇട്ടാലോ? ജാക്കിനും റോസിനും കൂടെ കൂടി പൊളിക്കും. അതെ, ഈ സുഖമുണ്ടല്ലോ. സുഖം ഉണ്ടാവും, സുഖം ഉണ്ടാവും, നല്ല സുഖം ഉണ്ടാവും. അതല്ല, ഈ സുഖമുണ്ടല്ലോ എന്റെ സ്വന്തം ആങ്ങളാരെ പോലെ എനിക്ക്. ഈ പഞ്ചായത്തിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവക്ക് ആങ്ങളമാരാ. എന്നിട്ട് ഈ അളിയനെ കാണുമ്പോ ആങ്ങളമാരൊക്കെ ഓടണം എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. അതെ, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംശയിക്കണ നേരെ നിങ്ങക്ക് വല്ല പണിക്കും പോയിക്കൂടെ? ഇവിടെ എന്നാ പറഞ്ഞാൽ ഞാൻ പണിക്ക് പോകില്ലെന്ന്. ഞാൻ കൃത്യമായിട്ട് പണിക്ക് പോകാറുണ്ട്. പണിക്ക് പോയിട്ട് വന്ന വഴി കടയുടെ മുമ്പിൽ നിന്ന് ഞാൻ വിളിക്കും, വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്ന് അറിയാം. അത് സ്വാഭാവികം, എല്ലാവരും വിളിക്കും. അപ്പൊ പറയണെന്നാ അറിയാമോ? നിങ്ങൾ ക്യൂവിലാണ്, ക്യൂവിലാണ്, ക്യൂവിലാണ്. എന്റെ പൊന്നിയേട്ടൻ ഞാനും ചേച്ചിനെ വിളിക്കാറുണ്ട്. അപ്പോഴും ഇത് തന്നെയാ പറയാറ്. ഞാൻ ഇന്ന് രാവിലെ കൂടി വിളിച്ചതല്ലേ, അപ്പോൾ ഇത് പറഞ്ഞോണ്ടാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ക്യൂവിലും മര്യാദക്ക് നിൽക്കാനുള്ള സമാധാനം പോലും ഇല്ല. ക്യൂ തെറ്റിച്ച് കേറി ഇങ്ങോട്ട് വന്നേക്കുവാ. ഹലോ മാഡം, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ ഈ ക്യൂവിലുണ്ടോ? പുറയിലാണോ? ഓ എന്റെ പൊന്നോ, കണ്ടില്ലേ? ഇതാ അവിടുത്തെ പ്രശ്നം. ഇനി ഒരു നിമിഷം ഞാൻ ഇയാളെ കൂടെ ജീവിക്കില്ല. ഞാൻ എന്റെ വീട്ടിൽ പോവാ. വീട്ടിലേക്ക് തന്നെ പോണം. കണ്ണി കണ്ട ഓട്ടോറിക്ഷക്കാരുടെ കൂടെ പോയ മാതിരി പോയി എന്നെ നാണം കെടുത്തുവാ. അതിന് നാണുള്ളവർക്കല്ലേ നാണക്കേട് ഉണ്ടാവുള്ളൂ. എന്തിനെ സംശയിക്കണ ഒരു സംശയരോഗി? നീയാര് സംശയരോഗി? നീ എനിക്കിതിന് കുറച്ച് സൗന്ദര്യം കൂടിപ്പോയി, അതുകൊണ്ട് നീക്ക് കോംപ്ലക്സാ. കോംപ്ലക്സ് എനിക്ക്? വായിലൊരു മുറിവ് വന്നിട്ട് ബി കോംപ്ലക്സിന്റെ ഗുളിക പോലും കഴിക്കാത്ത ആളാ ഞാൻ. അയാമേ കോംപ്ലക്സ് പോയി. നീയാര് സംശയരോഗി? എന്തിനെ സംശയിക്കാൻ? നിങ്ങളെ സംശയരോഗി. എന്ത് കൂതറ ഫാമിലിയാണോ അത്? ഒരുപാട് ഫാമിലിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സംശയത്തിന്റെ പേരിൽ രണ്ടുപേരും കൂടി ഇങ്ങനെ വടക്ക് കൂടിയാ നിങ്ങൾക്ക് നാണാവില്ലേ? എടോ, വീട് എന്നൊക്കെ പറഞ്ഞാലേ ഒരു വാഹനാണ്. ആ വാഹനത്തിന്റെ ചക്രങ്ങളാണ് വീട്ടുകാര്. അതിലൊന്ന് പഞ്ചറായാൽ മതി, പിന്നെ വണ്ടി മുന്നോട്ട് പോവില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്ക്. മോശമായി പോയില്ലേ? മോശമായി. വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഒന്നും നീ മനസ്സിൽ വെച്ചേക്കരുത്. നീ പറഞ്ഞ ഒന്നും ഞാനും മനസ്സിൽ വെക്കില്ല. വീട്ടിലേക്ക് പോവോ? ഇല്ല. പണിക്ക് പോവോ? ഇല്ല. ഒന്ന് ചിരിച്ചേ. അയ്യടി, ഇതാണ് എനിക്ക്. മെമ്പറേ, അടിപൊളി. മെമ്പർ എന്റെ കണ്ണു തുറപ്പിച്ചു. അങ്ങനെ വേണം. ഇനി നോക്കിക്കോ, ഞങ്ങളുടെ വീട്ടില് സംശയത്തെ ചൊല്ലി യാതൊരു വഴക്കുണ്ടാവില്ല. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെ വേണം. നിങ്ങളായിരിക്കണം ഈ പഞ്ചായത്തിലെ മാതൃകാ ദമ്പതികൾ. ഇനി ഈ വീട്ടിൽ വഴക്കുണ്ടാവാൻ പാടില്ല. ഉണ്ടാവില്ലല്ലോ? ഇല്ലില്ല. അപ്പൊ ഞാൻ ഇറങ്ങാം. അങ്ങനെ അങ്ങ് പോവല്ലേ? മെമ്പർ എന്താ പറഞ്ഞ? വീടെന്ന് വെച്ചാ? വീടെന്ന് വെച്ചാ ഒരു വാഹനാണ്. വാഹനാണ്. അതെ. വാഹനത്തിന്റെ ചക്രങ്ങളാണ് നിങ്ങള്. ഒരു ചക്രം ഞാൻ, ഒരു ചക്രം ഇവള്, ഒരു ചക്രം ഞങ്ങളുടെ കൊച്ച്. നാലാമത്തെ ചക്ര ആരാ? പറയടി, നാലാമത്തെ ചക്രത്തിന്റെ പേര് പറയടി. ആരടി?